friends, welcome back to Cinema Explainer. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ കരം സൂത്ര എന്ന പഞ്ചാബി സിനിമയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സിനിമയുടെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ അടുപ്പിച്ച് കുറെ കൊലപാതകങ്ങൾ നടക്കാൻ തുടങ്ങുന്നു. പോലീസുകാർ ഈ കേസ് ഏറ്റെടുത്ത് ഇതിന് പിന്നിൽ ഒരു സീരിയൽ കില്ലർ ആണോ അതോ സൈക്കോ ആണോ എന്ന ആംഗിളിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊലപാതകങ്ങൾ പ്രതികാരത്തിന് വേണ്ടിയാണ് നടന്നിരിക്കുന്നതെന്ന് കൊലപാതകങ്ങളുടെ പാറ്റേൺ കണ്ടാൽ തന്നെ അറിയാം. പക്ഷേ ഇതിന് പിന്നിൽ ആരാണുള്ളത്, എന്തിനാണ് ഈ കൊലപാതക സംഭവങ്ങൾ നടക്കുന്നത്, കൊലയാളി ആണാണോ പെണ്ണാണോ എന്നത് പോലീസിന് അറിയില്ല. ഇതിന് പിന്നിലുള്ള ആ രഹസ്യം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. സിനിമയുടെ തുടക്ക സീനിൽ മണൽ കോറി പോലെയുള്ള ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. രാത്രി സമയം നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരു ടാക്സി ഡ്രൈവർ ഒരു യുവതിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. കാറിനുള്ളിൽ വെച്ച് അവൻ ആ പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുന്നു. ആ പെൺകുട്ടി ഭയങ്കരമായി കെഞ്ചുന്നുണ്ട്. അപ്പോൾ ആ ടാക്സി ഡ്രൈവർ പറയുന്നു, ഞാൻ നിന്നെ വിടാം, അതിനു മുമ്പ് ഒരേ ഒരു തവണ നീ എൻ്റെ കൂടെ റിലേഷൻഷിപ്പിൽ നിൽക്കണം എന്ന് പറഞ്ഞു. മൂത്രമൊഴിക്കാനായി അവൻ കാറിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആ സമയം നോക്കി അവിടേക്ക് വന്ന ഒരു രഹസ്യ മനുഷ്യൻ ആ വ്യക്തിയെ കത്തികൊണ്ട് വെട്ടിക്കൊല്ലുന്നു. അവിടെ കട്ട് ചെയ്താൽ ഈ ഏരിയയിലെ ഇൻസ്പെക്ടറെയാണ് നമ്മളെ കാണിക്കുന്നത്. അദ്ദേഹം കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് നിന്ന് കോൾ വരുന്നുണ്ട്. ഒരിടത്ത് മർഡർ നടന്നിട്ടുണ്ട്, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ് ആ സ്ഥലത്തേക്ക് ഇൻസ്പെക്ടർ ഉടനെ തന്നെ പോവാണ്. അവിടേക്ക് പോയി നോക്കുമ്പോഴാണ് അറിയുന്നത്, ഒരു ഷെവർലെ കാറിനുള്ളിൽ ശരീരത്തിൽ ഒരു തുണി പോലും ഇല്ലാതെ ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്നത്. റേപ്പ് അറ്റംപ്റ്റ് വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ അപ്പോഴാണ് അസിസ്റ്റന്റ് പറയുന്നത്, മരിച്ചു കിടക്കുന്നത് ഒരാണാണ് സാർ എന്ന്. കുറച്ചു നേരത്തിന് മുമ്പ് ഒരു ടാക്സി ഡ്രൈവറുടെ കൊലപാതക സംഭവം നമ്മൾ കണ്ടില്ലേ, ആ സംഭവം അല്ല ഇത് വേറൊരു സംഭവമാണ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആ കാറിനുള്ളിലും കാറിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇൻസ്പെക്ടർ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, ആണുങ്ങൾക്കും ഇങ്ങനത്തെ ലൈംഗിക അതിക്രമങ്ങളൊക്കെ നടക്കുമോ എന്ന്. അപ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, കാലം കലിയുകയാണ് സാർ, ഈ കാലത്ത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും സേഫ്റ്റി ഇല്ല എന്ന രീതിയിൽ പറയാണ്. കാറിനുള്ളിലുള്ള ആളുടെ ആഭരണം എല്ലാം കറക്റ്റായി തന്നെയുണ്ട്. അതേസമയം അയാളുടെ വാലറ്റും അവിടെ തന്നെയുണ്ട്. വാലറ്റിൽ പണവും അതുപോലെ തന്നെയുണ്ട്. സോ മോഷണത്തിന് വേണ്ടിയല്ല ഈ കൊലപാതകം നടന്നതെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നു. അവിടെ കട്ട് ചെയ്താൽ കുപ്പയിൽ നിന്ന് ഇരുമ്പ് മാത്രം വേർതിരിച്ചെടുത്ത് അത് കൊണ്ടുപോയി വിറ്റ് പണം സമ്പാദിക്കില്ലേ, ആ ആൾക്കാരെയാണ് നമ്മളെ കാണിക്കുന്നത്. ഒരാൾ കുപ്പയ്ക്കുള്ളിൽ നിന്ന് എങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കാര്യം കണ്ട് ഭയങ്കരമായി നിലവിളിക്കാൻ തുടങ്ങുന്നു. കൂടെ ജോലി ചെയ്യുന്നവരും വന്ന് എന്താടാ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് എല്ലാവരും ആ ഞെട്ടിക്കുന്ന കാര്യം കണ്ട് പകച്ചു പോകുന്നത്. കുപ്പയ്ക്കുള്ളിൽ ഒരു യുവതിയുടെ മൃതദേഹം ഇരിക്കുന്നു. ആ പെൺകുട്ടി കൊല്ലപ്പെട്ട നിലയിൽ അവിടെ കിടക്കുകയാണ്. കുപ്പ കൊണ്ട് പൂർണ്ണമായും മൂടപ്പെട്ടിരുന്നു. ഉടനെ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് ഇൻസ്പെക്ടർ വരുന്നു. ക്രൈം സീൻ പരിശോധിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട പെൺകുട്ടിയെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചിട്ടാണ് കൊന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക എന്ന് അദ്ദേഹം ഓർഡർ കൊടുക്കുന്നു. ആദ്യം കണ്ടത് ആരാണെന്ന് ചോദിച്ച് അയാളുടെ അടുത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വാങ്ങിക്കാൻ പറയാണ്. ഇപ്പോൾ ഡെഡ് ബോഡി എടുത്തു കൊണ്ടുപോകുമ്പോൾ ആ പെൺകുട്ടിയുടെ കൈ മാത്രം താഴേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ കയ്യിലുള്ള ടാറ്റു ഇൻസ്പെക്ടർ ശ്രദ്ധിക്കുന്നു. തൽക്കാലം മരിച്ചത് ആരാണെന്നോ കൊന്നത് ആരാണെന്നോ അറിയില്ല. ഇൻസ്പെക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയി TV ഓൺ ചെയ്താൽ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്ന വാർത്ത. പണ്ടൊക്കെ സിറ്റിയിൽ പെണ്ണുങ്ങൾക്കാണ് സേഫ്റ്റി ഇല്ലെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ആണുങ്ങൾക്കാണ് സേഫ്റ്റി ഇല്ലാത്തത് എന്ന് തോന്നുന്നു എന്ന് ന്യൂസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായി ഇൻസ്പെക്ടറുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് നിന്ന് കോൾ വരുന്നുണ്ട്. നാട്ടിൽ മറ്റൊരു മർഡർ കൂടി നടന്നിരിക്കുന്നു എന്ന്. എന്താണ് നടക്കുന്നത്, ആരാണ് ഈ കൊലയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ക്ലൂ പോലും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ ഒരു ഗസ്റ്റ് ഹൗസ് നമ്മളെ കാണിക്കുന്നു. ആ ഗസ്റ്റ് ഹൗസിന് ഒരു വാച്ച്മാൻ ഉണ്ട്. രാത്രി സമയത്ത് ആ ഗസ്റ്റ് ഹൗസിനുള്ളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞ് ടോർച്ച് എടുത്ത് ആ വീടിന്റെ അടുത്തേക്ക് പോവാണ്. ഉള്ളിൽ നിന്നാണ് ശബ്ദം വരുന്നത് എന്ന് പറഞ്ഞ് ഇയാൾ ഉള്ളിൽ പോയി നോക്കുമ്പോൾ കണ്ട കാഴ്ച ഭയങ്കര ഞെട്ടലുണ്ടാക്കുന്നു. ആ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്ന ആളെയും ആരോ ഒരാൾ ക്രൂരമായി കൊലപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ പോലീസിന് വിവരം നൽകി ഇൻസ്പെക്ടറും ടീമും വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇപ്പോഴല്ലേ ഒരു ക്രൈം സീൻ കണ്ടുവന്നത്, അതിനുള്ളിൽ അടുത്ത ക്രൈം സീൻ? എനിക്ക് തോന്നുന്നത് ഇതിനു പിന്നിൽ ഒരു ഭ്രാന്തനുണ്ടെന്നാണ് സാർ എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ഒരു സൈക്കോ കില്ലറാണ്, റാൻഡമായി ആൾക്കാരെ തുടർച്ചയായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു എന്ന് കരുതാണ്. നോക്കുമ്പോൾ ആ വീടിന്റെ സെക്യൂരിറ്റി ഗാർഡ് ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട്. നീ എവിടുത്തുകാരനാണ്, എത്ര നാളായി ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡ് ബീഹാർ സ്വദേശിയാണെന്നും കുറെ നാളായി ഈ വീട്ടിൽ സെക്യൂരിറ്റി ഗാർഡായി ഉണ്ടെന്നും തനിച്ചാണ് താമസമെന്നും പറയുന്നു. ശരി, രാത്രി നീ എന്താണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അയാൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വരുന്നുണ്ട്. ആ സമയം നോക്കി ഉന്നത ഉദ്യോഗസ്ഥന്റെ അടുത്ത് നിന്ന് ഇൻസ്പെക്ടർക്ക് കോൾ വരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനോട് ആ വ്യക്തിയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വാങ്ങിയിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് പോവാണ്. അപ്പോൾ പ്രസ്, മീഡിയ ഒക്കെ തുടരെയുള്ള കൊലപാതകങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. തൽക്കാലം പ്രസ് റിലീസ് ചെയ്യാനുള്ള അത്ര വിവരങ്ങളൊന്നും ഇദ്ദേഹത്തിന്റെ കയ്യിലില്ല. അതുകൊണ്ട് മാധ്യമങ്ങളോട് മറുപടി പറയാതെ ആ സ്ഥലത്ത് നിന്ന് പോവാണ്. ഇപ്പോൾ നമ്മളുടെ ഹീറോ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ ബാറിൽ പോവാണ്. ഹീറോ ആകെ അപ്സെറ്റ് ആയിരിക്കുകയാണ്.
ചോദിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മളുടെ ഹീറോ തുടരെയുള്ള കൊലപാതകങ്ങളെ കുറിച്ച് പറയുന്നത്. വെറും മർഡേഴ്സ് മാത്രമാണോ അതോ ഇതിൽ റേപ്പ് വിക്ടിംസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതെങ്ങനെ നിനക്കറിയാം എന്ന് ചോദിക്കുകയാണ്. ഞാനും നിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ലേ, ഇങ്ങനത്തെ കേസൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് പറയുന്നത് എന്ന് പറയുന്നു. എപ്പോഴാണ് ഈ കില്ലറെ കണ്ടുപിടിക്കുക എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറുപടി പോലും പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, നമ്മുടെ ഡ്യൂട്ടി ഇങ്ങനെയൊക്കെയാണ്. ഓഫീസിൽ ബോസ് നമ്മുടെ അടുത്ത് ചൂടാകും, വീട്ടിൽ പോയാൽ ഭാര്യ നമ്മുടെ അടുത്ത് ചൂടാകും, പുറത്തു പോയാൽ പബ്ലിക് നമ്മുടെ അടുത്ത് ചൂടാകും. എന്ത് ചെയ്യാൻ, നമ്മുടെ ജോലി തന്നെ അങ്ങനെയല്ലേ, ഇതൊക്കെ സഹിച്ചാനല്ലേ പറ്റൂ എന്ന രീതിയിൽ ഫ്രണ്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഫ്രണ്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ പരിധിയിലും ഒരു മർഡർ നടന്നിട്ടുണ്ട് എന്ന്, അതും പോലീസ് ഓഫീസറാണത്രേ. ആ കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അതിനെക്കുറിച്ച് എന്താ ഏതായെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇൻസ്പെക്ടറുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് നിന്ന് കോൾ വരാണ്. ഞാനൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് സർ, പെട്ടെന്ന് വരൂ സർ എന്ന് പറയാണ്. അങ്ങനെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് ഇൻസ്പെക്ടർ പോവാണ്. ഇൻസ്പെക്ടറും അസിസ്റ്റന്റും ഗസ്റ്റ് ഹൗസിലേക്കാണ് വരുന്നത്. ഈ ഗസ്റ്റ് ഹൗസിൽ വാച്ച്മാൻ ആയിരിക്കുന്ന ആളല്ലേ, അയാളുടെ റൂമിൽ നോക്കിയാൽ നിറയെ നടിമാരുടെ ഹോട്ട് ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് ഇവൻ തന്നെയാണ് ഈ കൊലപാതകങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ ഫോട്ടോസും ഇവിടെ ഇരിക്കുന്ന മദ്യക്കുപ്പികളൊക്കെ കാണുമ്പോൾ ഇവൻ തന്നെയാണ് കൊലയാളി എന്ന് പറയാണ്. സർ ഞാൻ കൊലയാളിയല്ല എന്ന് ഈ സെക്യൂരിറ്റി ഗാർഡ് കരഞ്ഞു പറയുന്നുണ്ട്. അത് മാത്രമല്ല, കൊല്ലപ്പെട്ടവരൊക്കെ വെടിയേറ്റിട്ടാണ് മരിച്ചിരിക്കുന്നത്. എനിക്ക് തോക്ക് ഷൂട്ട് ചെയ്യാൻ പോലും അറിയില്ല സർ, തോക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയില്ല, ഞാൻ എങ്ങനെയാണ് സർ ആ കൊല ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. ആ സ്ഥലം വിട്ട് ഇൻസ്പെക്ടർ പോകുന്നുണ്ട്. അപ്പോൾ പിന്നാലെ വന്ന കോൺസ്റ്റബിൾ, എന്താ സാർ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് കരുതുന്നുണ്ടോ, എന്റെ സംശയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെ, നീ എങ്ങനെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. ഒരാൾ മദ്യപിക്കുക എന്നതുകൊണ്ട് അവൻ കൊലയാളിയാണെന്ന് ഇവൻ ജഡ്ജ് ചെയ്യുന്നുണ്ടല്ലോ, സംശയിക്കുന്നുണ്ടല്ലോ, അത് തെറ്റാണ് എന്നാണ് ഇൻസ്പെക്ടർ പറയാൻ വരുന്നത്. ആ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ്റെ ജോലി മകന് കിട്ടി, അങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റിൽ വന്നത് എന്ന് പറയാണ്. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തന്നെയല്ലേ പറ്റൂ സർ, കാരണം കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ പറയാണ്. ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ തെളിവ് എനിക്ക് കിട്ടിയാൽ മതി, അത് വെച്ച് ഇതിന് പിന്നിലുള്ള കില്ലറെ ഞാൻ കണ്ടുപിടിക്കും, ആ ഒരു തെളിവ് എനിക്ക് കിട്ടാതിരിക്കില്ല എന്നാണ് ഞാൻ നോക്കുന്നത് എന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. അവിടെ കട്ട് ചെയ്താൽ ഇഷ എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നു. ഈ പെൺകുട്ടി ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് പുറം ലോകം തീരെ അറിയില്ല. ഈ പെൺകുട്ടിക്ക് ആരുമില്ല എന്ന് തോന്നുകയാണ്. അതുകൊണ്ട് സിറ്റിയിലുള്ള അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് സഹായം ചോദിച്ച് ഫ്രണ്ടിന്റെ റൂമിൽ പോയി താമസിച്ച് അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം എന്ന് കരുതി ഫ്രണ്ടിന്റെ അടുത്ത് സഹായം ചോദിക്കുന്നു. ഫ്രണ്ടും ശരി നീ വാ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞ് ഒരു ബസ് സ്റ്റാൻഡിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ശരി എന്ന് പറഞ്ഞ് ഇഷ ബസ് സ്റ്റോപ്പിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. അപ്പോൾ പിന്നാലെ ആരെങ്കിലും നടന്നു വന്നാൽ പോലും ആരെങ്കിലും നമ്മളെ ഫോളോ ചെയ്യുകയാണോ എന്ന് കരുതി ഭയങ്കരമായി പേടിക്കുന്ന സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഇഷ. ഒടുവിൽ ആ ബസ് സ്റ്റോപ്പിലേക്ക് ഇഷയുടെ ഫ്രണ്ട് കാർ എടുത്തു വരികയാണ്. നിനക്ക് എത്ര നേരമായി ഫോൺ ചെയ്യുന്നു, ഫോൺ എടുക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളൊരു ചെറിയ ബട്ടൺ ഫോണാണ് വെച്ചിരിക്കുന്നത്. ആ ഫോൺ ബാഗിനുള്ളിൽ ഇരുന്നത് കൊണ്ട് എനിക്ക് സൗണ്ട് കേട്ടില്ല എന്ന് പറയാണ്. ശരി കാറിൽ കയറി നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഫ്രണ്ട് ഇഷയെ കൂട്ടി സിറ്റി ഭാഗത്തേക്ക് പോകാൻ തുടങ്ങുന്നു. നീ വെളിയിൽ നോക്ക് എങ്ങനെയുണ്ടെന്ന്, വില്ലേജും സിറ്റിയും തമ്മിൽ എന്താണ് വ്യത്യാസം, വ്യത്യസ്തമായ ആൾക്കാർ, വ്യത്യസ്തമായ വൈബ്, നൈറ്റ് ലൈഫ്, പാർട്ടി, സൗന്ദര്യമുള്ള ആണുങ്ങൾ എന്ന് പറഞ്ഞ് ജീവിതം നന്നായി എൻജോയ് ചെയ്യാം എന്ന രീതിയിൽ ഇഷയുടെ ഫ്രണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇഷ ആകെ പരിഭ്രമിച്ചാണ് കാറിൽ യാത്ര ചെയ്യുന്നത്. ഒടുവിൽ ഇവർ താമസിക്കാൻ പോകുന്ന വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. ആ ആൻറ്റി ചോദിക്കുന്നുണ്ട്, എന്താ ഷാലു എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഞാൻ സുഖമായിരിക്കുന്നു ആൻറ്റി, ഇവളുടെ പേര് ഇഷ, നാട്ടിൽ നിന്ന് വന്നതാണ്, കുറച്ച് നാൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാണ്. അതിനെന്താ ധൈര്യമായി താമസിച്ചോട്ടെ എന്ന് ആ ആൻറ്റിയും പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും വീടിനുള്ളിലേക്ക് പോവാണ്. അവർ പോയതിനു ശേഷം ഈ ആൻറ്റി പെറുപെറുക്കാണ്, ഇത്ര പേര് ഈ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, ഞാൻ എന്താ ഓർഫണേജ് ആണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇരിക്കട്ടെ നോക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഷാലു വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അവിടെ മുൻപേ തന്നെ 3 പെൺകുട്ടികളുണ്ട്, സ്വീറ്റി, മീര, റോസി എന്നിങ്ങനെ. ഇതിൽ റോസി എന്ന പെൺകുട്ടി ഡ്രഗ്സ് ഒക്കെ അടിക്കുന്ന കൂട്ടത്തിലാണ്. ഷാലു ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും വളരെ മോഡേൺ ആയ പെൺകുട്ടികളാണ്. വന്ന ക്ഷീണത്തിൽ ഇഷ കിടന്നുറങ്ങാണ്. അപ്പോൾ നമ്മളുടെ ഷാലു വന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് നീ റെഡിയാക്, വെളിയിൽ പോകാം, പാർട്ടിക്ക് പോകാം എന്ന് പറയാണ്. പാർട്ടിയോ, ഞാൻ പാർട്ടിക്കൊന്നും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ കുടിക്കാം, പാടാം, ആടാം, നല്ല രസമായിരിക്കും, വാ പോകാം എന്ന് പറയാണ്. മടിയോടെ തന്നെ ഇഷ ആ ഡ്രസ്സ് വാങ്ങുന്നുണ്ട്. ഞങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്യാം, പെട്ടെന്ന് റെഡി ആയിട്ട് വാ എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞ് ഇഷയും റെഡി ആയിട്ട് വെളിയിലേക്ക് വരികയാണ്. ഇപ്പോൾ ആ 5 പെൺകുട്ടികളും കാറിൽ യാത്ര ചെയ്യാണ്. ആ പബ്ബിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴി തന്നെ ജോളിയായി പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അങ്ങനെ ആ പബ്ബിലും എത്തുകയാണ്. ആ പബ്ബിനുള്ളിൽ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളിൽ പോയി റോണി എന്നൊരു പയ്യനെ ഇവർ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ റോണി എന്ന പയ്യൻ ഒരു പണക്കാരൻ വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നു. ഇവിടെയുള്ള കുറെ പെൺകുട്ടികൾക്ക് റോണിയുടെ മേലൊരു കണ്ണുണ്ട്. റോണി എല്ലാവർക്കും വേണ്ടി ഭയങ്കരമായി കാശ് ചെലവാക്കി പാർട്ടി നടത്തുന്നുണ്ട്. ഇവർ പോയി ഹായ് പറഞ്ഞ ഉടനെ മുന്നേറ്റേക്ക് വരൂ എന്ന് പറയാണ്. ഈ 5 പെൺകുട്ടികളും മുന്നിൽ പോയി റോണിയുടെ അടുത്ത് ജോളിയായി സംസാരിച്ച് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മടിച്ചു നിൽക്കുന്ന ഇഷയെ ശ്രദ്ധിച്ചിട്ട്
ആരാ ആ കുട്ടി എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, വില്ലേജിൽ നിന്ന് വന്നതാണ് എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞ് കൗണ്ടറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇഷയെയും കുറിച്ച് കംഫർട്ടബിൾ ആക്കണം എന്നതുകൊണ്ട് ഇവർക്കെല്ലാവർക്കും മദ്യം വാങ്ങി നൽകി റോണിയും ഇഷയും മാത്രം ഓറഞ്ച് ജ്യൂസ് വാങ്ങിക്കുന്നു. അതിനുശേഷം എല്ലാവരും കുടിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശ മാത്രം ഒരു വശത്ത് മാറി നിന്ന് ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കൗണ്ടറിൻ്റെ അടുത്ത് വന്നിട്ട് നീ ഇങ്ങനെ നോക്കി നിന്നാൽ നിനക്ക് എൻജോയ്മെൻറ്റും ഫണ്ണും ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ജ്യൂസിൽ മദ്യം കലർത്തി ഇഷയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നീ കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കുടിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇഷയ്ക്ക് ഹാങ് ഓവറായിട്ട് അവൾ പാട്ടിന് ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു. കുറച്ചു നേരത്തിന് മുമ്പ് പാവം പെൺകുട്ടിയായി നിന്നവൾ എങ്ങനെയൊക്കെയാണ് ഡാൻസ് കളിക്കുന്നത് നോക്ക് എന്ന രീതിയിൽ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം പാർട്ടി ചെയ്യുന്നതിൽ എല്ലാവരും ബിസിയായി പോവുകയാണ്. ഇഷ മാത്രം ആ ലഹരി താങ്ങാൻ പറ്റാതെ അവിടെയുള്ള സോഫയിൽ വന്ന് ബോധം കെട്ട് വീഴുന്നു. ഇപ്പോൾ റോണി ഇത് കണ്ടിട്ട് ആ കുട്ടി നല്ല കുട്ടിയാണ് എന്ന് പറയാണ്. അതെ, നല്ല കുട്ടിയാണ് എന്ന് ശാലുവും പറയാണ്. നീയാണോ മദ്യം ഒഴിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തില്ല എന്ന് ശാലു പറയാണ്. നോക്ക്, നമ്മളെല്ലാവരും പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു, പാവം അവൾ മാത്രം ബോധമില്ലാതെ കിടക്കാണ്, കാണാൻ തന്നെ പാവം തോന്നുന്നു എന്ന രീതിയിൽ റോണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. പിറ്റേന്ന് രാവിലെ ഷാലു വന്ന് വിളിക്കുമ്പോൾ ഷാലുവിനെ കണ്ട് ഇഷ പേടിക്കാണ്. അപ്പോൾ ഷാലു പറയുന്നുണ്ട്, ഞാനാണ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി നടന്നതിനോർത്ത് ഇഷ വല്ലാതെ ഫീൽ ചെയ്യുന്നു, കരയുന്നു. ഇന്നലെ രാത്രി നീ എന്തിനാണ് അത്രയും കുടിച്ചത് മാത്രമല്ല പബ്ബിൽ തന്നെ ബോധം കെട്ട് വീണു. അതിനുശേഷം റോണിയാണ് സഹായം ചെയ്ത് നമ്മളെ വീട്ടിലെത്തിച്ചത്. പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ തന്നെ റോണിയുടെ കാറിലൊക്കെ നീ ഛർദ്ദിച്ചു എന്ന് പറയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചോ, എന്നോട് ക്ഷമിക്കേ എന്ന് പറയാണ്. അതൊന്നും കുഴപ്പമില്ല, റോണി അങ്ങനെയുള്ള ആളൊന്നുമല്ല. രാവിലെ തന്നെ ഫോൺ ചെയ്ത് അവൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഇഷ പറയുന്നുണ്ട്, എനിക്കൊരു ജോലി മാത്രം വാങ്ങിത്തരാൻ പറ്റുമോ? സത്യത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയല്ലേ, ഒരു സ്ഥലം മോശമാണെന്ന് പറയുന്നില്ല, എന്നാലും എനിക്കൊരു ജോലി വരുമാനം ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് ജോലി വാങ്ങി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഷാലു ശരി, ഞാൻ ഏതാന്ന് നോക്കാം എന്ന് പറയാണ്. അതിനുശേഷം ഷാലു തന്നെ നിനക്ക് വേണ്ടി ഞാൻ ഒരിടത്ത് ജോലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നീ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞ് ഇഷ ഒരു കമ്പനിയിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അവിടെ ഇന്റർവ്യൂ എടുക്കാൻ ഉള്ളിൽ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സെലക്ട് ആയി എന്ന് പറഞ്ഞ് ഓഫർ ലെറ്ററിൽ ഒപ്പിടാൻ പറയാണ്. അല്ല, ഇന്റർവ്യൂ പോലും വെച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ റെക്കമെൻഡേഷനിൽ വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഒന്നുമില്ല, ഡയറക്റ്റ് ജോയിനിങ് ആണ് എന്ന് പറയാണ്. ഇഷയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ആ ഓഫീസ് വിട്ട് ഇവള് വെളിയിൽ വന്ന് നിൽക്കുകയാണ്. ആ വഴി ഒരു ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോയിൽ ലിഫ്റ്റ് ചോദിച്ചു പോകാമെന്ന് കരുതി ഓട്ടോ നിർത്താൻ പറഞ്ഞാൽ നിൽക്കുന്നില്ല. എന്താടേ ചെയ്യുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വഴി റോണി കാറിൽ വരാണ്. ഇഷയെ കണ്ടിട്ട് ഹായ് പറയുന്നു. എന്നെ മറന്നോ, രാത്രി പബ്ബിൽ എന്ന് പറയാണ്. ആ, നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് ഇഷ റോണിയെ മീറ്റ് ചെയ്യാൻ പോകുന്നു. എങ്ങോട്ടേക്ക് പോവാണ്? കാറിൽ കയറ്, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുന്നു. അന്ന് രാത്രി നടന്നതിനൊക്കെ റോണിയുടെ അടുത്ത് ഇവൾ സോറി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതുവരെ ഡ്രിങ്ക്സ് അടിച്ചിട്ടില്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡ്രിങ്ക് ചെയ്തത്, അതുകൊണ്ടാണ് തലയും വാലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്ന് പറയാണ്. ശരി, ഓക്കെ, അതൊന്നും പ്രശ്നമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞ് കാറിനുള്ളിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് നൽകാണ്. ഈശ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എടാ, ചോക്ലേറ്റ് അല്ലേ ഇത്, പോയ്സൺ ഒന്നുമല്ലല്ലോ, കഴിക്കുക എന്ന് പറയാണ്. ഉടനെ ഇഷ ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. ആ ചോക്ലേറ്റ് ഇവൾ കഴിച്ച ഉടനെ തന്നെ ഒരുമാതിരി മയക്കം വരാൻ തുടങ്ങുകയാണ്. റോണി പറഞ്ഞതുപോലെ ആ ചോക്ലേറ്റിൽ വിഷമൊന്നും കലർത്തിയിട്ടില്ല, പക്ഷേ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ട്. കുറച്ചായി ഇഷ മയങ്ങാൻ തുടങ്ങുന്നു. അതിനുശേഷം റോണി റൂട്ട് മാറ്റി അവൻ്റെ വീട്ടിലേക്ക് ഇഷയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ കട്ട് ചെയ്താൽ റോണിയുടെ വീടാണ് കാണിക്കുന്നത്. ഇപ്പോഴാണ് റോണിയുടെ സ്വയരൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഏതോ മത്സരത്തിൽ ജയിച്ച് മെഡൽ വാങ്ങി വെച്ചിരിക്കുന്ന പോലെ ഏകദേശം 339 പെൺകുട്ടികളുടെ ഇന്നർ വെയറുകൾ ആ സ്ഥലത്ത് ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോണിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു തവണ മാത്രമേ റിലേഷൻഷിപ്പിൽ ഇരിക്കൂ. അവൻ റിലേഷൻഷിപ്പിൽ ഇരുന്ന പെൺകുട്ടികളുടെ ഇന്നർ വെയറൊക്കെ ഓർമ്മയായി ഷോക്കേസ് ചെയ്ത് വെക്കും. ആരാടാ ഇവനെന്ന് ആലോചിച്ചാൽ യെസ്, റോണി ഒരു സൈക്കോ ആണ്. 340ാമത്തെ പെൺകുട്ടിയായി ഇഷയെ തൂക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഈ സ്ഥലത്തേക്ക്. ഇഷയ്ക്ക് കുറച്ചായി ബോധം തെളിയാൻ തുടങ്ങുന്നു. തന്നെ ഇങ്ങനെ തെറ്റായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് തട്ടിക്കൊണ്ടുവന്നതെന്ന് ഇഷ മനസ്സിലാക്കി ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു. അവളുടെ ശരീരത്തിൽ തീരെ ബലമില്ല, കാരണം ഇപ്പോഴും ആ ചോക്ലേറ്റിലുള്ള മരുന്ന് അവളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചായി എഴുന്നേറ്റ് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ റോണി ഇഷയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. അപ്പോഴാണ് വേറൊരു കാര്യവും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇഷയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഷാലു ഇല്ലേ, അവൾക്ക് റോണി 25,000 രൂപ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇഷയെ ഇവന്റെ വലയിൽ വീഴ്ത്തുന്നതിന് വേണ്ടി. ഇഷയുടെ ഫ്രണ്ട് വളരെ മോശമായവളാണ് എന്നത് ഇതിൽ നിന്നും അവൾക്ക് മനസ്സിലാവുന്നു. അവിടെ കട്ട് ചെയ്താൽ നമ്മളുടെ ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇൻസ്പെക്ടർ അസിസ്റ്റന്റ്, സാർ ഞാനല്ലേ പറഞ്ഞത് ആ ഫാം ഹൗസിലെ വാച്ച്മാൻ തന്നെയാണ് പ്രതിയെന്ന്, എന്തിനു വെച്ചാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന്റെ റൂമിനുള്ളിൽ ഹോട്ടായ മാഗസിനുകളും ഒരു ഓയിലും കിട്ടി. ഇത് സാധാരണ ഓയിലല്ല, മാജിക്കൽ ഓയിൽ, ആ കാര്യത്തിന് ഉപയോഗിക്കുന്ന ഓയിൽ. ഇത് വെച്ച് നോക്കുമ്പോൾ ഇവൻ തന്നെയാണ് സാർ നമ്മൾ അന്വേഷിക്കുന്ന കില്ലർ എന്ന് അസിസ്റ്റന്റ് പറയുന്നു.
സെക്യൂരിറ്റി പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഓയിലല്ല സാർ, സത്യത്തിൽ എനിക്ക് പൊക്കം കുറവാണ്. ചെറുപ്പത്തിലെ എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് തന്നെ കുറെ പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു, ഒരു ദിവസം ഒരു ടീസ്പൂൺ ഈ ഓയിൽ കഴിച്ചാൽ പൊക്കം വയ്ക്കും എന്ന് പറഞ്ഞ് അതിനുവേണ്ടി വാങ്ങി വെച്ചതാണ് സാർ ഇത് എന്ന് പറയാണ്. ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, ആ വീട്ടിലേക്ക് ആരൊക്കെ വരും എന്ന്. ആ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നത് ഒരു വലിയ പണക്കാരനാണ്. അദ്ദേഹത്തിന്റെ കൂടെ കുറെ പേര് വരും പോകും, പക്ഷെ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല സാർ എന്ന രീതിയിൽ ഇയാൾ പറയുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ വീട്ടിൽ മരിച്ചുപോയ ആളില്ലേ, അയാളുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ തലയിൽ 2 തവണയും ജനനേന്ദ്രിയത്തിൽ 1 തവണയും വെടിയേച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആരാണ് സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന അസിസ്റ്റന്റും ഷോക്ക് ആവുന്നുണ്ട്. സോ ഈ പാറ്റേൺ നോക്കുമ്പോൾ പണത്തിന് വേണ്ടിയല്ല ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. സോ കൊലപാതകത്തിന്റെ ഉദ്ദേശം തീർച്ചയായിട്ടും റിവെഞ്ച് തന്നെയായിരിക്കും എന്ന് വ്യക്തമാവുന്നു. അവിടെ കട്ട് ചെയ്താൽ ഇഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മളെ കാണിക്കുന്നു. ഇഷയ്ക്ക് കുറച്ചായി ആ മരുന്നിന്റെ ലഹരി മാറാൻ തുടങ്ങുന്നു. ആ സമയത്ത് റോണി ക്ഷീണിതനായി ഒരിടത്തിരുന്ന് മയക്കുമരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിയായ അവസരം എന്ന് പറഞ്ഞ് ഇഷ ആ സ്ഥലത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് കുറച്ചായി നീങ്ങി ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ ഇഷയ്ക്ക് എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയില്ല. കാരണം തന്റെ ഫ്രണ്ട് മോശപ്പെട്ടവളാണെന്ന് അറിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാതെ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് കാറിൽ ഒരുത്തം വരുന്നുണ്ട്. വാ പോകാം എന്ന് വിളിക്കുകയാണ്. ഇഷ പേടിച്ച് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഭാഗ്യം അവൻ പോയി എന്ന് പറഞ്ഞ് വീണ്ടും ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വന്നിരിക്കാമെന്ന് നോക്കുമ്പോൾ അവൻ ബസ് സ്റ്റോപ്പിന് പിന്നിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വന്ന് ഇഷയെ പിടിച്ചിട്ട് നീ കാറി കയറി പോവാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അവൻ ആരാണെന്ന് ഇഷയ്ക്ക് അറിയില്ല. ഇഷ ആരാണെന്ന് അവനും അറിയില്ല. റാൻഡമായ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അവൻ കാറിൽ കയറ്റാണ്. ഇഷ സമ്മതിക്കുന്നില്ല. ഇഷയെ അടിച്ച് ആ കാറിനുള്ളിലിട്ട് ലോക്ക് ചെയ്ത് ഇവൻ ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഇവനും ഇഷയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. അവന്റെ അടുത്ത് നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വരാണ്. റോഡ് സൈഡിലേക്ക് ഓടി വന്നപ്പോൾ പെട്ടെന്ന് കനത്ത മഴ പെയ്യാൻ തുടങ്ങി. എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാതെ ഒരേ രാത്രിയിൽ ഇങ്ങനെ 2 പ്രാവശ്യം അനീതി നടന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ശ്രദ്ധിക്കുന്നു. അവിടെ ഇരിക്കുന്ന പോലീസ് ഓഫീസറുടെ അടുത്ത് പോയി സഹായം ചോദിക്കാമെന്ന് പറഞ്ഞ് അവിടെയുള്ള പോലീസ് ഓഫീസറെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിൽ വരും മോളെ, ഉള്ളിൽ വന്നിരിക്കെ, എന്താണെന്ന് പറയാമെന്ന് പറയുമ്പോൾ അവൾക്ക് എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം വിവരിക്കുകയാണ്. ഈ പോലീസ് ഓഫീസർ ഇഷയെ സഹായിക്കുമെന്ന് നോക്കിയാൽ അവനും ഇഷയുടെ സാഹചര്യം മനസ്സിലാക്കി ഇഷയ്ക്ക് ആരുമില്ല, ഇവളാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഇഷയുടെ സാഹചര്യം മുതലെടുക്കുന്നു. ആ ചെക്ക് പോസ്റ്റിൽ തന്നെ ലോക്ക് ചെയ്ത് വീണ്ടും ഇഷയോട് ഇവനും ലൈംഗിക അതിക്രമം കാണിക്കുന്നു. അതിനുശേഷം ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ചെളിയിലേക്ക് തള്ളിയിട്ടിട്ട് ആ പോലീസ് ഓഫീസർ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം എന്താണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്, എന്ത് ചെയ്യുമെന്ന് അറിയാതെ റോഡിൽ തന്നെ അലഞ്ഞു നടക്കുകയാണ്. വിശപ്പ് ഭയങ്കരമായി എടുക്കാൻ തുടങ്ങുന്നുണ്ട്. ആരുടെയെങ്കിലും അടുത്ത് സഹായം ചോദിച്ചാലും ആരും സഹായിക്കുന്നില്ല. കുപ്പയിൽ കിടക്കുന്ന ബ്രെഡ്, ഭക്ഷണം ഇതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഇവരുടെ ജീവിതം വളരെ മോശമായത് ഓർത്ത് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി ജീവിക്കാൻ കഴിയില്ല, എൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് റെയിൽവേ ട്രാക്കിൽ പോയി നിൽക്കുകയാണ്. എതിർവശത്ത് ട്രെയിൻ വളരെ വേഗത്തിൽ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അടിച്ചു തെറിപ്പിച്ചതുപോലെ തോന്നും. നോക്കിയാൽ ഇവർ ട്രാക്ക് വിട്ട് വെടിയിലാണ് നിൽക്കുന്നത്. ജീവിക്കാനും വയ്യ, മരിക്കാനും ധൈര്യവുമില്ലാത്ത ഭ്രാന്തിയെ പോലെ റോഡിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു. അപ്പോഴാണ് റോഡിൽ ഒരു പെൺകുട്ടി നല്ല ടിപ്പ് ടോപ്പായി ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് കാണുന്നത്. പണക്കാരനായ ഒരുത്തൻ കാറിൽ വരുന്നു. ആ പെൺകുട്ടിയെ കാറിൽ കയറ്റി ആ സ്ഥലത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. അവർ ലൈംഗിക തൊഴിൽ ചെയ്യുന്നവരാണെന്ന് നമ്മുടെ ഇഷയ്ക്ക് മനസ്സിലായി. ഇപ്പോൾ ഇഷ റോഡിൽ നിൽക്കുമ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ വന്ന് എവിടെയെങ്കിലും പോകണോ, ഡ്രോപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. ഇഷ ഒന്നും മിണ്ടുന്നില്ല. ശരി, വണ്ടി കയറ്, നിനക്ക് 200 രൂപ തരാം എന്ന് പറയാണ്. ഉടനെ ഇഷ വണ്ടിയിൽ കയറാണ്. ആ ഓട്ടോക്കാരൻ 200 രൂപ പണം നൽകുന്നു. അവൻ ഇഷയെ ഉപയോഗിക്കുന്നുണ്ട്. ആ പണം വെച്ച് ഇവള് ഭക്ഷണം കഴിച്ച് ഡ്രസ്സ് വാങ്ങിക്കുന്നു. കുറച്ചു നേരത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ലൈംഗിക തൊഴിൽ ചെയ്യുന്നത് അവൾ കണ്ടില്ലേ. സോ അത് ഇവളും ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. ഓരോ ക്ലയൻസിനെയും പിടിക്കാൻ തുടങ്ങാണ്. അതിലൂടെ കിട്ടുന്ന കാശ് വെച്ച് സ്വയം മെച്ചപ്പെടുത്തി ഒരു മോഡേൺ ആയ പെൺകുട്ടിയായി മാറി വലിയ ആളുകളുടെ കൂടെ മാത്രം ഇവൾ റിലേഷൻഷിപ്പ് വയ്ക്കാൻ തുടങ്ങുന്നു. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഭരണത്തിലിരിക്കുന്ന പൊളിറ്റീഷ്യൻസിന്റെ കൂടെ വരെ റിലേഷൻഷിപ്പിലിരിക്കുന്ന ലെവലിലേക്ക് ഇവൾ വളരുന്നു. കുറെ പണം കിട്ടുമല്ലോ, അത് 2ആയി തിരിക്കുന്നു. ഒന്ന് സ്വയം സുന്ദരിയാകാൻ, രണ്ടാമത് ഒരു സർജറി ചെയ്യുന്നതിന് വേണ്ടി ഇവൾ പ്ലാൻ ചെയ്യുന്നു. ഒരു ഡോക്ടറുടെ അടുത്ത് അപ്പോയിൻമെന്റ് വാങ്ങി ആ ഡോക്ടറെ മീറ്റ് ചെയ്യാൻ വരുന്നു. സോ സർജറിക്കെല്ലാം തയ്യാറാണ് എന്ന് പറയാണ്. പണം കിട്ടി ഇവൾ ഈ സർജറിയും ചെയ്യാൻ പറയുന്നു. ആ സർജറി കഴിഞ്ഞ ഉടനെ ഇവൾക്ക് ഭയങ്കരമായി വേദനിക്കുന്നുണ്ട്. ആ വേദനയൊക്കെ ഭയങ്കരമായി സഹിക്കുകയാണ്. ഇവൾക്ക് ആശ്വാസം പറയാനോ അടുത്തിരുന്ന് നോക്കാനോ ആരുമില്ല. അവളുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സൗന്ദര്യത്തെ ഞാൻ ഒരു ആയുധമായി ഉപയോഗിക്കാൻ പോകുന്നു എന്നാണ്. സോ ഇവൾ ഏതൊരു പ്ലാനിലാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നു. വൺസ് സർജറിയൊക്കെ കഴിഞ്ഞ് ആദ്യം ബലമില്ലാത്തതുപോലെ ഇരിക്കും. അതിനുശേഷം ആശുപത്രിയിൽ ഹെൽത്തി ആയ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ നോർമലായ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. എനിക്ക് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറോട് നന്ദി പറഞ്ഞെന്ന് പറയൂ എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് ഇവൾ പോവുകയാണ്. നേരെ വളരെ ഹൈടെക് ആയ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി സ്വയം അണിഞ്ഞൊരുങ്ങുന്നു. ഇത്രനാൾ ഇഷയായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നില്ലേ, ഇവളുടെ പേര് അലീഷ എന്ന് മാറ്റുന്നു. വളരെ മോഡേൺ ആയ ഒരു പെൺകുട്ടിയായി ഇവൾ മേക്ക് ഓവർ ചെയ്യുന്നു. അതിനുശേഷം യൂണിസെക്സ് ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുന്നു. അവിടെ ആൺകുട്ടികളും ഉണ്ടാവും പെൺകുട്ടികളും ഉണ്ടാവും. നന്നായി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നു.
ഇവൾ വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ അവിടെ വരുന്ന ആൺകുട്ടികൾ ഇവളെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു. അവരങ്ങനെ നോക്കുന്നത് കണ്ട് ഇവൾ എൻജോയ് ചെയ്യുന്നു. ഇപ്പോൾ ഈ അലീഷ ഒരു വലിയ ആളായി മാറുകയാണ്. ഇവൾക്ക് എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടായിരുന്നു. അവളുടെ അടുത്ത് ഏതൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇവൻ എവിടെ ഉണ്ടാകും എന്ന് കണ്ടുപിടിച്ച് പറയേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റോണി പതിവ് പോലെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യുക, ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോവുക, ലൈംഗികമായി പീഡിപ്പിക്കുക, അവരുടെ ഇന്നർ വെയർ മെഡൽ പോലെ കുത്തിവെക്കുക എന്ന് പറഞ്ഞ് അഴിഞ്ഞാടുകയാണ്. ഇവന്റെ ട്രാപ്പ് എന്ന് പറയുന്നത് ആ പാർട്ടി തന്നെയാണ്. ആ പാർട്ടിക്ക് വരുന്ന പെൺകുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ പാർട്ടിക്ക് ഇപ്പോൾ അലീഷയായി മാറിയിരിക്കുന്ന നമ്മുടെ ഇഷ പോകുന്നു. ആദ്യം ഈ പബ്ബിലേക്ക് വരുമ്പോൾ എത്ര പേടിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ മോഡേണായി വളരെ സ്റ്റൈലായി ആ സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ആ സ്ഥലത്ത് റോണി പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കണ്ണിൽ പെടുന്ന മാതിരി തന്നെ ഈ ഈശ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ റോണിയുടെ കണ്ണിൽ ഈ അലീഷ പെടുകയാണ്. ഈ റോണി അടുത്ത് വന്ന് വർത്തമാനം പറയുന്നുണ്ട്. പക്ഷെ അവന് തീരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ആ അളവിന് മേക്ക് ഓവർ ആയിട്ടുണ്ട്. ഇന്ന് നൈറ്റ് ഫ്രീ ആണോ, എൻ്റെ ഗസ്റ്റ് ഹൗസിൽ മീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. അലീഷയും ശരിയെന്ന് പറയുന്നു. അതിനുശേഷം റോണി വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയവൻ രാത്രി നമ്മുടെ അലീഷയ്ക്ക് ഫോൺ ചെയ്ത് എന്നെ മറന്നോ, റോണി സംസാരിക്കുകയാണ്. വരാമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലൊക്കേഷൻ അയക്കി, ഞാൻ വരാം എന്ന് പറഞ്ഞ് അലീഷ ആ ഗസ്റ്റ് ഹൗസിനുള്ളിൽ പ്രവേശിക്കുന്നു. ഉള്ളിൽ പോയിട്ട് ഇവർ രണ്ടുപേരും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോണി റൊമാൻറ്റിക്കായി അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അലീഷ പറയുന്നുണ്ട്, ഞാൻ പറയുന്ന സ്റ്റൈലിൽ എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞ് ബ്ലൈൻഡ് ഫോൾഡിംഗ് ഒക്കെ ഇട്ട് പിന്നെ കൈയൊക്കെ പുറകിൽ കെട്ടിയിട്ട് കുറച്ചു നേരം ഇവളെ ടീസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം റോണിയായിട്ട് പൊതിരെ തല്ലാൻ തുടങ്ങുകയാണ്. ഇവൻ കരയാൻ തുടങ്ങുകയാണ്. എന്നെ എന്തിനാണ് അടിക്കുന്നത്, എന്തിനാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് സിനിമയുടെ ട്വിസ്റ്റ് വെച്ചിരിക്കുന്നത്. എന്ത് ട്വിസ്റ്റാണെന്ന് വെച്ചാൽ ഇഷ ഒരു സർജറി ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നില്ലേ. എന്ത് സർജറി ആണെന്ന് വെച്ചാൽ ആണായി മാറാനുള്ള സർജറി. ഇപ്പോൾ ഈ റോണി ഉണ്ടല്ലോ, കണ്ണിൽ കെട്ടിയിരുന്ന തുണി അഴിച്ചു നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. എൻ്റെ അടുത്ത് ലൈംഗിക അതിക്രമണം നടത്തി അവൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ, നീ ചെയ്ത അതേ കാര്യം ഞാൻ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് ഈ റോണിയെ ലൈംഗികമായി പീഡിപ്പിച്ച് അലീഷ വെച്ചിരുന്ന തോക്ക് കൊണ്ട് അവൻ്റെ തലയിലും അവൻ്റെ ബാക്കിലും വെടിവെച്ച് കൊല്ലാണ്. ഇഷയെ ട്രാപ്പിൽ കുടുക്കിയ ആ ഷാലു എന്ന ഫ്രണ്ടില്ലേ, അവളും പണത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ഒരാളാണല്ലോ. ഒരു പയ്യനെ വെച്ച് 25,000 രൂപ പണം തരാം, നീ ഒരിടത്തേക്ക് വാ എന്ന് പറയാണ്. അവളും പുറപ്പെട്ടു വരികയാണ്. കാറിനുള്ളിൽ വന്നിരിക്കുന്നുണ്ട്. നോക്കിയാൽ കാറിനുള്ളിൽ നമ്മുടെ അലീഷ ഇരിക്കുന്നുണ്ടായിരുന്നു. തോക്കുകൊണ്ട് ഒറ്റവെടി അവളെയും തീർക്കുന്നു. അപ്പോൾ അലീഷ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ റോഡിൽ നടന്നു പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരുത്തൻ വന്ന് തട്ടിക്കൊണ്ടുപോയിരുന്നില്ലേ, സോ അവൻ്റെ കാറ് കണ്ടിട്ട് വേണമെന്ന് വെച്ച് കൈ കാണിക്കുന്നു. പോകുന്ന വഴിയിൽ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എവിടെ പോകണമെന്ന് പറയൂ, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ വലിഞ്ഞു കയറുന്നുണ്ട്. ഏത് സ്ഥലത്ത് വെച്ചാണോ ഇഷയോട് അവൻ അതിക്രമം കാണിച്ചത് ആ സ്ഥലത്തേക്ക് തന്നെ ഇവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഈ വ്യക്തിയെ ഇവൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനുശേഷം കാറിനുള്ളിൽ തൂക്കിയിട്ട് അവൻ ഇഷയെ എന്തൊക്കെ ചെയ്തോ അതേ കാര്യം ഇഷ തിരിച്ചു ചെയ്യാണ്. അതിനുശേഷം തോക്കെടുത്ത് ദേഷ്യപ്പെട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഈ കൊലപാതകമാണ് സിനിമയുടെ തുടക്ക സീനിൽ പോലീസ് ഓഫീസർ വന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിനായി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അടുത്തത് ആ ചെക്ക് പോസ്റ്റിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർ ഇതുവഴിയായിരിക്കും വരിക എന്നറിഞ്ഞതുകൊണ്ട് അദ്ദേഹം വരുന്ന പാതയിൽ തന്നെ അലീഷ പോയി നിൽക്കുകയാണ്. കറക്റ്റായി ഈ പോലീസ് ഓഫീസർ വരുന്നുണ്ട്. അദ്ദേഹത്തോട് വശീകരിക്കുന്ന രീതിയിൽ സംസാരിച്ച് ഒരു വിജനമായ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ രണ്ടാണുങ്ങളെ എങ്ങനെ കൊന്നോ അതുപോലെ ഈ പോലീസ് ഓഫീസറെയും കൊല്ലുന്നു. എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെ ജീവിക്കണമെന്ന് സത്യം വിചാരിച്ചു പോലുമില്ല. ഒരു നല്ല പെണ്ണായി, ഒരു നല്ല ചേച്ചിയായി, ഒരു നല്ല അമ്മയായി, നല്ല ഫ്രണ്ടായി ജീവിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയില്ലടാ എന്ന് പറഞ്ഞ് കരയാണ്. അവിടെ കട്ട് ചെയ്താൽ പ്രസന്റ് സിറ്റുവേഷൻ കാണിക്കുന്നു. ഇതുവരെ നടന്ന കൊലപാതകങ്ങളിൽ ഇൻസ്പെക്ടർക്ക് ഒരു ക്ലൂ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ. എനിക്കെന്തോ ഈ ഇൻസ്പെക്ടർ മര്യാദയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതായി തോന്നുന്നില്ല. എനിവേ ഷാലു മരിച്ചുപോയി കുപ്പയ്ക്കുള്ളിൽ കിടന്നപ്പോൾ അവളുടെ കയ്യിലെ ടാറ്റു ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചിരുന്നു. ആ ടാറ്റു വെച്ച് ഇവൾ ആരാ എന്താ എന്ന് കണ്ടുപിടിക്കാം എന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ ഷാലുവിൻ്റെ റൂംമേറ്റ്സ് ഒക്കെ വന്ന് പെടുന്നുണ്ട്. അവരുടെ അടുത്ത് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ 4 പേരും ഒരേ റൂമിലാണോ സ്റ്റേ ചെയ്തിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ 4 പേരല്ല 5 പേരെന്ന് പറയാണ്. ഷാലു നിഗൂഢമായ രീതിയിൽ മരിച്ചുപോയി. ഇഷയെ പെട്ടെന്ന് കാണാതായി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, കൂടുതൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളെ വിളിക്കാം, ഇപ്പോൾ പൊക്കോളൂ എന്ന് പറയാണ്. അപ്പോഴാണ് സിനിമയുടെ തുടക്ക സീനിൽ ഒരു കോൾ ടാക്സി ഡ്രൈവർ ഒരു പെൺകുട്ടിയെ ഒരിടത്ത് കൊണ്ടുവന്ന് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ ആ സ്ഥലത്ത് വന്ന് വെട്ടി കൊലപ്പെടുത്തിയിരുന്നില്ലേ. ആ കൊലപാതക സംഭവത്തെക്കുറിച്ചുള്ള വിവരം അറിയാൻ കഴിയാണ്. ഉടനെ തന്നെ ക്രൈം സീനിലേക്ക് ഇൻസ്പെക്ടർ പോകുന്നു. അന്വേഷണം തുടങ്ങുകയാണ്. അവിടെ അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായി ഈ കൊലപാതകങ്ങളെല്ലാം പണിഷ്മെന്റ് എന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. സ്ത്രീകൾക്കെതിരെ അതിക്രമം ചെയ്യുന്നവരെ ആരൊരാൾ ടാർഗറ്റ് ചെയ്ത് പണിഷ്മെന്റ് കൊടുക്കുകയാണെന്ന് ഇൻസ്പെക്ടറിന് മനസ്സിലാവുന്നു. എന്തൊക്കെയാണെങ്കിലും ഇതൊരു പണിഷ്മെന്റായി കണ്ടാലും കില്ലറെ പിടിക്കേണ്ടത് ഒരു പോലീസ് ഓഫീസറുടെ കടമയല്ലേ. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ആ കില്ലറെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് തീവ്രമായി ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം കൊടുക്കുന്ന അഭിമുഖം വീട്ടിലിരുന്ന് ഇഷ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കൊലപാതകം ചെയ്തതും ഇഷയാണ്. ഇഷ പറയുന്നുണ്ട്, ഈ കൊലപാതകം ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ ഇരിക്കട്ടെ, ആദ്യം കൊലയാളി ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്ക് ഇൻസ്പെക്ടർ സാർ എന്ന് പറഞ്ഞ് ഇഷ TV നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടർ എവിടെയാണോ താമസിക്കുന്നത് അതേ ഏരിയയിൽ ഇഷയും വീടെടുത്ത് പോയി താമസിക്കാം.
ഇൻസ്പെക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എതിർവശത്ത് ഇഷ വന്നിട്ട് ഒരു സെല്യൂട്ട് കൊടുത്തിട്ട് സാർ എന്തു പറയുന്നു, ഞാൻ ഈ ഏരിയയിൽ പുതുതായി വന്നതാണെന്ന് പറഞ്ഞ് സ്വയം ഈ ഇൻസ്പെക്ടറുടെ അടുത്ത് ഇൻട്രോ ചെയ്തു വെച്ചിട്ട് ആ സ്ഥലത്ത് നിന്ന് നീങ്ങിപ്പോവാണ്. ഇൻസ്പെക്ടറുടെ കൺമുമ്പിൽ ഈ കില്ലർ ഉണ്ടായിട്ടും ഇൻസ്പെക്ടർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയാതെ പറഞ്ഞ് ഈ സിനിമ അവസാനിപ്പിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.